എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധയാകർഷിച്ച 2017 നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്, ശിക്ഷയും വിധിച്ചിരിക്കുകയാണ്. ഇതിനെ പല തരത്തിലാണ് സമൂഹം നോക്കിക്കാണുന്നത്. ശിക്ഷാവിധി കുറഞ്ഞുപോയി എന്ന് പൊതുവെ ഒരു ആക്ഷേപമുണ്ട്. പല പ്രതികളെയും വെറുതെ വിട്ടു, അങ്ങനെ ആയിരുന്നില്ല, മാസ്റ്റർ കോൺസ്പിറേറ്റർ ദിലീപ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേയധികം ആക്ഷേപങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തുടരുന്നുണ്ട്. നിയമത്തിൻ്റെ സർക്കിളുകളിൽ നിന്ന് പോലും പല ആൾക്കാരും കോടതിക്കെതിരെ തന്നെ അഭിപ്രായം പറയുകയും കോടതി തന്നെ അത്തരക്കാരോട് വിധി വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിമർശനം ഉന്നയിക്കൂ എന്നുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നതും നമ്മൾ കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരൊറ്റ വീഡിയോ കൊണ്ട് ഈ വിധിയെ നമുക്ക് വിശദമായിട്ട് പറയാനായിട്ട് സാധ്യമല്ല. കാരണം 1700-ലധികം പേജുകളുണ്ട്. പല കാര്യങ്ങൾ കോടതി ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇതിൽ പ്രധാനമായിട്ട് പരിഗണിക്കുന്നത് ഈ വിവാദങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഹാഷ് വാല്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് എന്തൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥനെക്കുറിച്ച്, ഈ അന്വേഷണം നടത്തിയ രീതിയെക്കുറിച്ച് ഒക്കെ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് വളരെ വിശദമായിട്ട് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. നമുക്കറിയാം, നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഈ ആക്രമണത്തിൻ്റെ വിഷ്വൽസ് ഈ പ്രതികളെല്ലാം തന്നെ ഷൂട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു 8 വീഡിയോയാണുള്ളത്. ആ വീഡിയോ ഫയലുകൾ അവരുടെ മൊബൈൽ ഫോണിലുള്ള ഒരു മെമ്മറി കാർഡിലുണ്ട്. എന്തായാലും അത് പോലീസ് പിടിച്ചെടുത്തു. അങ്ങനെ പിടിച്ചെടുത്തിരുന്ന ആ കാർഡ് പിന്നീട് കോടതിയുടെ കസ്റ്റഡിയിൽ അവരുടെ ചെസ്റ്റിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് 3 പ്രാവശ്യം ഈ കാലയളവിനുള്ളിൽ ആൾക്കാരൊക്കെ തന്നെ പല കോടതികളിൽ നിന്ന് ആക്സസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ വീഡിയോയുടെ ഇൻറ്റഗ്രിറ്റി എന്താണ്, ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ, അത് ടാമ്പർ ചെയ്യപ്പെട്ട എവിഡൻസ് ആണോ തുടങ്ങിയ കുറേയധികം ചർച്ചകളുണ്ടായിരുന്നു. ഇവിടെ ഹാഷ് വാല്യൂ എന്ന് പറയുന്ന സമയത്ത് സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒരു മെമ്മറി കാർഡിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഹാഷ് വാല്യൂ ഉണ്ട്. അപ്പോൾ ആ കാർഡുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴാണ്, അതായത് ആ കാർഡ് ആക്സസ് ചെയ്യുക, ആ കാർഡിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പുതിയ ഫയൽസ് ഉണ്ടാകുമ്പോൾ, എക്സിസ്റ്റിംഗ് ഫയൽ സിസ്റ്റം ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ, പല കാർഡുകളും ആക്സസ് ചെയ്യപ്പെടുമ്പോൾ ഒക്കെ തന്നെ അതിൻ്റെ ഹാഷ് വാല്യൂ മാറും. അതേപോലെ തന്നെ ആ കാർഡിലുള്ള ഇൻഡിവിജ്വൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയലുകൾക്കും ഒരു ഹാഷ് വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു പർട്ടിക്കുലർ മെമ്മറി കാർഡിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട 8 വീഡിയോ ഫയലുകൾ ഉണ്ടെങ്കിൽ ആ 8 വീഡിയോ ഫയലുകൾക്കും ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഹാഷ് വാല്യൂം ഉണ്ട്. അത് ഈ വീഡിയോ ഫയലുകളൊക്കെ തന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ടാമ്പർ ചെയ്താൽ ഒക്കെ തന്നെ ചേഞ്ച് ചെയ്യുന്നതാണ്. അതായത് 2 ഹാഷ് വാല്യൂ ആണ്. ഒന്ന് മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ, രണ്ടാമത്തേത് ഇൻഡിവിജ്വൽ വീഡിയോ ഫയലുകളുടെ ഹാഷ് വാല്യൂ. ഇതിൽ ഹാഷ് വാല്യൂ മാറി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ ഈ കഴിഞ്ഞ ദിവസമുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചർച്ചയിൽ അടക്കം പറഞ്ഞിരുന്നു, മാറിയിരിക്കുന്ന ഹാഷ് വാല്യൂ ഇതിൻ്റെ മെമ്മറി കാർഡിൻ്റേതാണ്, അതല്ലാതെ അതിലുള്ള ഇൻഡിവിജ്വൽ വീഡിയോ ഫയലുകളുടേതല്ല എന്നുള്ളതാണ് ലാബിൻ്റെ റിപ്പോർട്ട് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനർത്ഥം ഈ കേസിലേക്ക് ആസ്പദമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള ഈ വീഡിയോ ദൃശ്യങ്ങൾ എന്നത് ഒരു തരത്തിലും ഓൾട്ടർ ചെയ്യപ്പെട്ടിട്ടില്ല, അഥവാ അത് ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത് ടാമ്പർ ചെയ്തു എന്ന് വാദിക്കുന്ന ആൾക്കാരെല്ലാവരും പറയുന്നത്, ഈ തെളിവ് ദിലീപ് ഒരുപക്ഷെ ആക്സസ് ചെയ്തതിന് ശേഷം അതിനെ എഡിറ്റ് ചെയ്തിട്ട്, നോക്കൂ ഇത് എഡിറ്റ് ചെയ്യപ്പെട്ട ഫയലാണ്, അതുകൊണ്ട് ആ ഫയലിൻ്റെ ഡേറ്റ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അതിനെ തനിക്കെതിരെ ഒരു തെളിവായിട്ട് ഉപയോഗിക്കരുത്, ഈ കുറ്റകൃത്യത്തിൻ്റെ ഒരു തെളിവായിട്ട് അതിനെ പരിഗണിക്കരുത് എന്നൊരു വാദം ഉയർത്തും എന്ന മട്ടിലാണ് ഇവരെല്ലാവരും തന്നെ പറഞ്ഞിരുന്നത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള ഒരു ലോജിക്കാണ് ഇവരെല്ലാവരും തന്നെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കോടതിയിൽ നടന്നിരുന്ന പ്രൊസീഡിങ്സ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് വിധിയിൽ പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എങ്കിലും അതിലുള്ള വീഡിയോ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ കോടതി വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത്, ഈ തെളിവ് എന്നുള്ള അതിൻ്റെ എവിഡൻഷ്യറി വാല്യൂ നഷ്ടപ്പെടുന്നില്ല, ഈ തെളിവ് ടാമ്പർ ചെയ്യപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു പരിഗണനയോ ആശങ്കയോ ഉണ്ടാകേണ്ടുന്ന കാര്യമേ ഉണ്ടായിരുന്നില്ല. കാരണം ആ തെളിവ് ഇൻടാക്റ്റ് ആണ്, അതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല. തന്നെയുമല്ല, ലാബുകളൊക്കെ തന്നെ ഇത് പരിശോധിച്ചതിന് ശേഷം നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇതിനെ ഒന്നും തന്നെ ആക്സസ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പ്രൈവസി ബ്രീച്ച് ഉണ്ടായിട്ടില്ല എന്നാണ് കോടതി ഈ വിധിയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2017 ഫെബ്രുവരി മാസം 18 ശേഷം എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം, എന്തെങ്കിലും ആക്സസ് ഈ വീഡിയോയിലേക്ക് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് കോടതി പരിഗണിച്ചിരുന്നത്. അങ്ങനെ ആ ഡേറ്റിന് ശേഷം ഒരു ആക്സസ് ഉണ്ടായതായിട്ട് തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ ഇൻറ്റഗ്രിറ്റി, ഈ വീഡിയോ ഫയൽ ടാമ്പർ ചെയ്തിട്ടില്ല, ഈ കാര്യങ്ങളെക്കുറിച്ച് കോടതിക്ക് തർക്കമില്ല. ആർക്കും തന്നെ ആ വിഷയത്തിൽ അതുകൊണ്ട് തർക്കമുണ്ടാകേണ്ടുന്ന കാര്യമില്ല.
അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഫയലുകളൊക്കെ തന്നെ എഡിറ്റ് ചെയ്തിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. ദിലീപ് പറഞ്ഞിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെളിവ് ഇൻറ്റഗ്രിറ്റി ഇല്ലാത്തതാണ്, തനിക്കെതിരെയോ ആർക്കുമെതിരെയോ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം ആരോപണം ഉന്നയിക്കും എന്ന് പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഫയൽ പ്രോപ്പർട്ടികളൊക്കെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് ഏതൊക്കെ തീയതികളിലാണ് ആക്സസ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ 2017 ഫെബ്രുവരി മാസം 18 തീയതിക്ക് ശേഷം ആക്സസ് ഉണ്ടായിട്ടില്ല. ഇനി ഇത് കൂടാതെ കൺഫേം ചെയ്തിട്ട് ഫോറൻസിക് സയൻസ് ലാബിൻ്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. അത് അൺടച്ച്ഡ് ആണ് എന്നാണ് ലാബിൽ നിന്നുള്ള റിപ്പോർട്ട്. ഈ വീഡിയോ ക്ലിപ്പുകളെല്ലാം തന്നെ MY അഥവാ മൈ എന്ന പേരിലുള്ള ഒരു ഫോൾഡറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി മാസം 18 തീയതിയാണ് 2017. അതിനുശേഷം ഇത് ആക്സസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഹി എഗെയിൻ ആർട്ടിക്കുലേറ്റഡ് ദ നോബഡി ആക്സസ്ഡ് ദിസ് ആഫ്റ്റർ ഫെബ്രുവരി 18, 2017 എന്നുള്ളതാണ് ലാബിൻ്റെ ഭാഗമായിട്ടുള്ള കൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ഇവിടെ കോടതി കണ്ടെത്തുന്ന ഗുരുതരമായിട്ടുള്ള ഒരു ഇടപെടൽ, ഒരു സ്റ്റേറ്റ്മെൻറ്റുകളിലുള്ള വൈരുദ്ധ്യം, അത് ഒരിക്കലും പാടില്ലാത്ത തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ ബൈജു പൗലോസ് നടത്തിയതായിട്ടാണ്. പ്രോസിക്യൂഷൻ വിറ്റ്നസ് 261 ആയിട്ടുള്ള മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ബൈജു പൗലോസ് അദ്ദേഹം പറയുന്നത് ഈ 2020 ജനുവരി മാസത്തിൽ ഈ ഹാഷ് വാല്യൂ മാറി എന്നതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് അറിവുണ്ടായിരുന്നെങ്കിലും അത് 2 വർഷം കഴിഞ്ഞാണ് കോടതിയിൽ നിന്ന് താൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 വർഷ കാലയളവിൽ ഈ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിവുണ്ടായിരുന്നില്ല എന്നാണ് ശ്രീ ബൈജു പൗലോസ് കോടതിയെ അറിയിച്ചത്. എന്നാൽ ബൈജു പൗലോസ് പറഞ്ഞത് നുണയാണ് എന്ന് കോടതി ഇവിടെ കണ്ടെത്തുകയാണ്. അതിനുവേണ്ടി കോടതി ആശ്രയിക്കുന്നത് തന്നെ ബൈജു പൗലോസിൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ 2022 തന്നെ ഒരു റിട്ട് പെറ്റീഷനിൽ 5ാമത്തെ റെസ്പോണ്ടൻ്റ് ആയിരുന്നു ബൈജു പൗലോസ്. അന്ന് ഈ റിട്ട് പെറ്റീഷന് അദ്ദേഹം എഴുതി സമർപ്പിച്ചിരിക്കുന്ന മറുപടിയിൽ അതിൻ്റെ 11ാമത്തെ പേജിലെ 13ാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത് ഈ 2020 ജനുവരി മാസത്തിൽ തന്നെ, അതും തീയതി പറയുന്നുണ്ട്, 10ാം തീയതി തന്നെ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൻ്റെ ജോയിൻ്റ് ഡയറക്ടർ തന്നെ നേരിട്ട് ഈ ഹാഷ് വാല്യൂ മാറിയത് അറിയിച്ചിട്ടുണ്ട് എന്നാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് നിർണായകമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ തനിക്ക് അറിയാവുന്ന കാര്യത്തിനെ കോടതിയുടെ മുന്നിൽ വെച്ച് മറച്ചു വെക്കാനായിട്ട് ശ്രമിച്ചത്? എത്ര എംബാരസിംഗ് ആണ് എന്ന് ആലോചിച്ച് നോക്കുക. താൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, എന്നിട്ട് കോടതി അത് കയ്യോടെ പൊക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഇൻറ്റഗ്രിറ്റി, ക്രെഡിബിലിറ്റി, ഈ കാര്യങ്ങളെല്ലാം തന്നെ റിസ്ക് ചെയ്യുന്ന കാര്യമാണ് എന്ന് സാമാന്യ ജനത്തിനറിയാം. അത് പോലീസ് സംവിധാനത്തിനും പ്രോസിക്യൂഷനും അറിയാൻ കഴിയുന്നില്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ കോടതി പറയുന്നത് ദിസ് അവേർമെൻറ്റ് ഇൻ ദ പെറ്റിഷൻ വുഡ് ഫർദർ ഷോ ദ ഹൈ ഹാൻഡഡ്നെസ് ഓഫ് PW192. PW192 എന്ന് പറയുന്നത് ഈ ഫോറൻസിക് ലാബിലെ ഇത് പരിശോധിച്ച ഉദ്യോഗസ്ഥനാണ്. ആൻഡ് PW261 ബൈജു പൗലോസ് ഇൻ സപ്രസിംഗ് ദ ഫാക്ട് ദാറ്റ് PW261 ബൈജു പൗലോസ് ഹാഡ് ക്ലിയർ നോളജ് അബൌട്ട് ദ ചേഞ്ച് ഇൻ ഹാഷ് വാല്യൂ ഓഫ് ദ മെമ്മറി കാർഡ് ആൻഡ് ഓൾസോ റിഗാർഡിംഗ് ദ റിപ്പോർട്ട്സ് ഇൻഫോംഡ് ബൈ PW192. അതായത് ഈ ലാബിൽ ഇത് പരിശോധിച്ചിരിക്കുന്ന വ്യക്തി ഇങ്ങനെ ഒരു ഹാഷ് വാല്യൂ ചേഞ്ച് ഉണ്ട് എന്നതിനെക്കുറിച്ച് ബൈജു പൗലോസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ മറ്റൊരാളിൻ്റെ റൈറ്റ്സിനെ പരിഗണിക്കാതെ ഈ രീതിയിലാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് എന്നത് വളരെ ക്രിറ്റിസിസത്തോടു കൂടിയിട്ടാണ് കോടതി ബൈജു പൗലോസിനെതിരെ പറയുന്നത്. മോറോവർ, ദിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് അഡ്മിറ്റഡ് by PW261 in his statement filed before the Honorable High Court also. അതായത് തനിക്കിതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നത് ഹൈക്കോടതിക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന റിട്ട് പെറ്റീഷൻ്റെ മറുപടി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. 2020 ജനുവരിയിൽ തന്നെ തനിക്കതറിയാം എന്ന് പറഞ്ഞിട്ട് ഈ വിചാരണ കോടതിയിൽ വന്ന് അദ്ദേഹം പറയുന്നത് 2 വർഷം കഴിഞ്ഞാണ് ഞാൻ അതിനെക്കുറിച്ച് അറിയുന്നത് എന്നാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു മറുപടി പറയുന്നതിന് വേണ്ടിയും ദിലീപിന് എതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ താല്പര്യം എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്നത്. ഇനി ഇവിടെ മറ്റൊരാളിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ പറ്റി കൂടി പറയേണ്ടതാണ്. അത് ഈ പറയുന്ന പ്രോസിക്യൂഷൻ വിറ്റ്നസ് 192 അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ എന്നാണ്. അദ്ദേഹമാണ് ഈ ലാബിൻ്റെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയ ആൾ. അദ്ദേഹത്തിൻ്റെ ഒരു നുണയും ഇതേപോലെ തന്നെ കോടതി പിടിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ ഈ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. റിപ്പോർട്ടർ TVക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഉടൻ തന്നെ ചോദിക്കുന്നു, നികേഷ് കുമാറിനെ, റോഷിപാലിനെ ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന സമയത്താണ് ഡിഫൻസിൻ്റെ വിറ്റ്നസ്സായിട്ട് വന്നിരിക്കുന്നയാൾ നേരത്തെ റിപ്പോർട്ടർ TVയിൽ ഉണ്ടായിരുന്ന ഒരു യൂട്യൂബിൽ അവർ കൊടുത്തിരുന്ന ഒരു വീഡിയോ, 2 വീഡിയോ ആണ്, അത് അവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നു.
അതിൽ ഈ ഉദ്യോഗസ്ഥൻ PW192 ആയിട്ടുള്ള സുനിൽ നികേഷ് കുമാറിനോടും റോഷി പാലിനോടും ഈ കേസിൻ്റെ വിവരങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നതിൻ്റെ വീഡിയോയാണ്. ഇത് കാണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇത് സമ്മതിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളുണ്ടായിരുന്നില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് ഈ ഫോറൻസിക് ലാബിലെ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു നുണ കോടതിയിൽ പറയുന്നത് എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് ആ നുണ ഇവിടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അത് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇത് പറയുമ്പോൾ തന്നെ പൊളിഞ്ഞു പോയിരിക്കുന്ന മറ്റൊരു നുണക്കഥ കൂടിയുണ്ട്. നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാകും, കോടതിയുടെ പല രേഖകളും ദിലീപിൻ്റെ പിടിച്ചെടുത്ത ഫോണിലുണ്ടായിരുന്നു എന്ന് അന്നൊരു വലിയ സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദിലീപിനും കോടതിക്കും തമ്മിലുള്ള ഒരു രഹസ്യമായിട്ടുള്ള ഇടപാടിൻ്റെ സൂചനയാണ്. കോടതി നേരത്തെ തന്നെ വിവരങ്ങളെല്ലാം തന്നെ ദിലീപിന് അയച്ചു കൊടുക്കുന്നു എന്ന മട്ടിലുള്ള ഒരു പ്രചരണമാണ് അന്ന് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഈ അടുത്ത സമയത്ത് പോലും അങ്ങനെയുള്ള ചില ആരോപണങ്ങളുണ്ടായിരുന്നു. വിധി നേരത്തെ തന്നെ തയ്യാറാക്കി അത് ദിലീപിൻ്റെ ആരെയോ കാണിച്ചിട്ട് അത് ഡീലൊക്കെ ഉറപ്പിച്ചിട്ടാണ് ഇത് വിധിയൊക്കെ തന്നെ പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള ഈ നുണപ്രചരണത്തിൻ്റെ ഒരു പ്രീകഴ്സർ എന്ന നിലയ്ക്കാണ് കോടതിയുടെ രേഖകളൊക്കെ തന്നെ ദിലീപിൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു, അതെന്തോ മഹാപരാധമാണ്, എങ്ങനെയാണ് ഈ രഹസ്യരേഖകളൊക്കെ തന്നെ ദിലീപിന് കിട്ടുന്നത് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ അന്ന് വന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നുണയും എല്ലാ വ്യാജ നിർമ്മിതികളും ഈ വിധിന്യായത്തിൽ കോടതി പൊളിച്ചടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് തന്നെ ദിലീപിൻ്റെ ഫോണിൽ അത് പരിശോധിക്കുമ്പോൾ കോടതിയുടെ രേഖകളുണ്ട് എന്ന് ഒരു വിവരം മുന്നിലേക്ക് വന്നിരുന്നു. അത് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ PW261 ബൈജു പൗലോസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. കോടതി ആ രേഖകളൊക്കെ നോക്കുന്ന സമയത്ത് അത് കാറ്റഗറി A എന്ന് പറയുന്ന ഡയറി ഡോക്യുമെൻറ്റുകളാണ്. അത് വളരെ കൃത്യമായിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ A എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് പബ്ലിക് ഡോക്യുമെൻ്റാണ്. അതായത് അതിനൊരു രഹസ്യ സ്വഭാവമില്ല, അത് പബ്ലിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അങ്ങനെയുള്ള ഒരു ഡോക്യുമെൻ്റ് ആർക്കൊക്കെയാണ് കിട്ടാവുന്നത് എന്ന് കോടതി പറയുന്നുണ്ട്. വക്കീലന്മാർക്ക് കിട്ടാം, ക്ലർക്കുമാർക്ക് കിട്ടാം, കേസിൽ പാർട്ടികളായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ കിട്ടാവുന്ന പൊതു സ്വഭാവമുള്ള ഒരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. അങ്ങനെയുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അതല്ലാതെ ഒരു രഹസ്യാത്മകതയുമുള്ള ഡോക്യുമെൻ്റ് അല്ല ദിലീപിൻ്റെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇനി ഇത് അവിടെയും തീരുന്നില്ല. ഈ ഡോക്യുമെൻ്റ് എന്തിനെക്കുറിച്ചുള്ളതായിരുന്നു എന്നത് നോക്കുമ്പോഴാണ് രസകരം. അതായത് ഈ നടിയെ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന ആ വിഷ്വൽസ് എല്ലാം തന്നെ ചിത്രീകരിച്ചിരിക്കുന്ന ഈ മെമ്മറി കാർഡിൻ്റെ ഒരു ക്ലോൺ എടുക്കണം എന്ന് ദിലീപ് ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു. ആ റിക്വസ്റ്റ് സുപ്രീം കോടതി അപ്രൂവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ക്ലോൺ എടുക്കണം എന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസിൻ്റെ കൂടി അറിവോടുകൂടി സമ്മതത്തോടു കൂടി ഈ മെമ്മറി കാർഡിനെ ചണ്ഡീഗഡിലുള്ള ഫോറൻസിക് ലാബിലേക്കാണ് അയക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിയായിട്ടുള്ള ദിലീപ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പെൻസസ് ബെയർ ചെയ്യേണ്ടതും ദിലീപാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചെലവുകളെക്കുറിച്ചിട്ടുള്ള ഒരു കോടതി ഡോക്യുമെൻ്റാണ് ഈ ദിലീപിൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡോക്യുമെൻ്റ്. അത് ദിലീപിൻ്റെ ഫോണിൽ നിന്നല്ലാതെ മറ്റാരുടെ ഫോണിൽ നിന്നാണ് കിട്ടേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ദി പോർഷൻ ഓഫ് എ ഡയറി ഡേറ്റഡ് 7/1/2020 കണ്ടെയ്ൻസ് ദ പ്രൊസീഡിങ്സ് ഡയറക്റ്റിംഗ് അക്യൂസ്ഡ് നമ്പർ 8 ദിലീപ് to remit the expenses to send the memory card to Central Forensic Science Lab, ചണ്ഡീഗഡ്. അതായത് അവിടേക്ക് അയക്കാനായിട്ട് കുറച്ച് ചിലവുണ്ട്, ആ ചിലവിനുള്ള പണം അത് ഇത്രയാണ്, അത് നിങ്ങൾ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് പോയിരിക്കുന്ന ഒരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. ദിലീപിന് വേണ്ടി അദ്ദേഹത്തിന് അയച്ചിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. വീണ്ടും ആലോചിച്ച് നോക്കുക, കോടതിയുടെ രഹസ്യരേഖകളൊക്കെ തന്നെ ദിലീപിന് ചോർന്ന് കിട്ടുന്നു, അത് ദിലീപിൻ്റെ ഫോണിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപും കോടതിയും തമ്മിൽ ഒരു രഹസ്യ ഇടപാടുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് പലരും സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലും ഒക്കെ തന്നെ ശ്രമിച്ചിരുന്നത്. ആ നുണയും കോടതി ഈ വിധിയിൽ നല്ല നൈസായിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇനി ഈ മെമ്മറി കാർഡിലെ ഡേറ്റ ആക്സസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് കോടതി തന്നെ ഇവിടെ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം, despite the propaganda and the anomalies brought out in the examination of exhibit evidence P262, including the matters centered around exhibit D216 series, it is to be noted that both PW192 and PW260, ഇതിൻ്റെ forensic examiners ആണ്, never deposed that the visuals in exhibit P262, ആ മെമ്മറി കാർഡിലുള്ള വിഷ്വൽസ് are accessed, tampered or attended after February 18, 2017. അങ്ങനെ ഒരു കേസേ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഇത് പരിശോധിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഈ ഡേറ്റ ആക്സസ് ചെയ്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് പോലും ഒരു തരത്തിലുമുള്ള തെളിവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മെമ്മറി കാർഡ് ആക്സസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ദ വിഷ്വൽസ് ഇൻ ദി എക്സിബിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലുള്ള ഇൻഡിവിജ്വൽ ഫയൽസ് ആക്സസ് ചെയ്തിട്ടില്ല എന്നാണ്
ഇവിടെ വളരെ കൃത്യമായിട്ട് കോടതി ഈ ഫോറൻസിക് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് കോടതി പറയുന്നത് അതിജീവിതയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ലംഘനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും അതുകൊണ്ട് ഇനി ആ ഒരു മെമ്മറി കാർഡ് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടതാണ് എന്നും പറയുന്നത് ഈ സാഹചര്യത്തിലാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഇതിൽ പറയേണ്ടതായിട്ടുണ്ട്. അതായത് പല ആൾക്കാരും ഷെയർ ചെയ്തിരുന്ന ഒരു കൺസേൺ തന്നെ ഞാനും അത് പറഞ്ഞിരുന്നതാണ്. അതായത് കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യാത്മകത നിലനിർത്തേണ്ടുന്ന പ്രാധാന്യമുള്ള ഒരു വീഡിയോ ഫയൽ അറ്റ് ദ ലാസ്റ്റ് ഡേ ഓഫ് ഹിയറിംഗ്, അതായത് ഈ വിചാരണ നടപടികളുടെ ഏറ്റവും അവസാനത്തെ ദിവസം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ ആർഗ്യുമെൻ്റ് നോട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ക്ലിയർലി, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ദ വിഷ്വൽസ് ആർ നോട്ട് ലീക്ഡ് ഫ്രം ദിസ് കോർട്ട് ആൻഡ് ദി എവിഡൻഷ്യറി വാല്യൂ ഓഫ് ദി മെമ്മറി കാർഡ് റിമെയിൻസ് ഇൻടാക്റ്റ്. അതായത് ഈ വിഷ്വൽസ് ലീക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനില്ല, ലീക്ക് ചെയ്തിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നു. അതായത് ആ വീഡിയോ എവിഡൻസ് പുറത്തേക്ക് പോയിട്ടില്ല. ഹെൻസ് this court can clearly arrive at a finding that the evidentiary value of the memory card is not affected in any way and also that the visuals remained intact and privacy of PW1 അതിജീവിത is never compromised. അതുകൊണ്ട് തന്നെ ഈ എവിഡൻഷ്യറി വാല്യൂ ഈ മെമ്മറി കാർഡിൻ്റെയോ അതിൻ്റെ രേഖകളുടേതോ ഒന്നും തന്നെ നഷ്ടപ്പെടുന്നുമില്ല, തന്നെയുമല്ല അതിജീവിതയുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ആലോചിച്ച് നോക്കുക, എന്തിനാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇങ്ങനെ പെരുമാറുന്നത്? എന്തിനാണ് ഈ ഫോറൻസിക് സയൻസ് ലാബിലുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നത്? ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷവും കൊടുത്തില്ല എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ തനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും അതില്ല എന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതുകൊണ്ടാണ് ദിലീപ് പറയുന്നത് തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത്, ഇതിൽ താൻ ഇരയാണ് എന്ന്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് അന്വേഷിക്കപ്പെടേണ്ടതാണ്. കാരണം നീതി എന്നത് എല്ലാവർക്കും അർഹതയുള്ള, തുല്യമായി അർഹതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഇടപെടലുകൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ലാബിൻ്റെ ആൾക്കാരിൽ നിന്നൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ദിലീപിനെ ക്രൂശിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാവുകയാണ്. കാരണം ഇതെല്ലാം തന്നെ കൃത്യമായി കോടതിയുടെ മുന്നിൽ വന്നിരിക്കുന്ന രേഖകളുടെയും തെളിവുകളുടെയും സ്റ്റേറ്റ്മെൻറ്റുകളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് വളരെ ഒരു വലിയ സീരീസ് ആയിട്ട് തന്നെ ചെയ്യേണ്ടുന്ന കാര്യമാണ്. പല കാര്യങ്ങളും ഈ വിധിയിൽ പറയേണ്ടതുണ്ട്. അതിൻ്റെ ഒന്നാം ഭാഗം മാത്രമാണിത്. മറ്റു ഭാഗങ്ങൾ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.